ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അൽഫാമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ഗ്രിൽ സെറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ എന്നാലും നമുക്ക് സൂപ്പറായിട്ട് അൽഫാം റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അൽഫാമിനുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ്. ചിക്കൻ ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അത് ആഴത്തിലൊന്ന് വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഇവിടെ ഏട്ടൻ ഇവിടെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ആഴത്തിൽ വരയണമെങ്കിലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും കുറച്ച് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുഴുവനായിട്ടുള്ള മല്ലി 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 16 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ കരയാമ്പൂ, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 8 മുതൽ 10 കഷ്ണം വരെ പട്ട. ഇത്രയാണ് നമ്മളിതിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഇത് ചൂടാക്കി പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, എങ്കിലേ നല്ല മസാലയുടെ മണമൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ മസാല ചൂടാക്കി നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ചേരുവകൾ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 10 മുതൽ 15 വരെ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 10 പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്തത്, അതുപോലെ ഒരു പിടി മല്ലിയില, അതും നല്ലവണ്ണം അരച്ചെടുത്തതാണ്. പിന്നെ 2 വലിയ സവാള, അതും നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 തക്കാളിയാണ്. അത് നല്ല പഴുത്ത തക്കാളി 3 എണ്ണം അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 or 2 ചെറുനാരങ്ങയുടെ നീര് എടുത്ത് വെക്കാം. ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിക്കാം. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. ഈ തൈര് നമുക്ക് എപ്പോഴും വെള്ളം കളഞ്ഞതായിരിക്കണം. അതിനുവേണ്ടി ഞാനൊരു അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തൈരാണ്. തൈര് എടുക്കുന്ന സമയത്ത് പുളിപ്പില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി. നമ്മളിവിടെ ചിക്കൻ നന്നായി വരഞ്ഞെടുത്ത ശേഷം ഒരു ഓട്ടയുള്ള പാത്രത്തിൽ ചിക്കൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകാനായി വെച്ചിരുന്നു. അതവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈരിലോട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള പേസ്റ്റ്, കൂടെ പച്ചമുളകിൻ്റെ പേസ്റ്റ്, തക്കാളി പേസ്റ്റ്, ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടത്, പുതിന പേസ്റ്റ്, ഇതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിൽ നിന്ന് ഒരു 8 വലിയ ടേബിൾ സ്പൂൺ മസാല കൂടെ ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇനി കളർ ചേർക്കണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നല്ല ഒരു നല്ല തേച്ചെടുക്കാനുള്ളൊരു പരുവത്തിലാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെ ഒഴിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതെല്ലാം ഇതിനകത്തോട്ട് നന്നായി മുക്കി എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ എല്ലായിടത്തും ആകണം. നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് മുഴുവനാവണം. ഇപ്പോൾ ഇതേ നമ്മളിതെല്ലാം നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പം മസാല ബാക്കിയുണ്ടായിരുന്നു. ആ മസാല നമ്മൾ 1 മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒന്നുകൂടെ തേച്ച് പിടിപ്പിച്ച് നമ്മളിത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും. അപ്പം നമ്മളിത് വൈകുന്നേരം ഉണ്ടാക്കാം എന്ന പ്ലാനിലാണ്. രാവിലെയാണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വൈകുന്നേരം എടുത്തതിന് അൽഫാമാക്കാം. ഓക്കെ, അപ്പോൾ ഇത് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കണം.
അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണമല്ലോ. അപ്പം ഞാനിവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെങ്കല്ലൊക്കെ വെച്ചിട്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു അടുപ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ ഗ്രിൽ സെറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കമ്പിയുടെ ഒരു വല പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെയാണ് ഞാൻ ഗ്രില്ല് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ചാർക്കോളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിരട്ട കത്തിച്ച് കരി ഉണ്ടാക്കി കനലുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ അൽഫാം റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കമ്പി അതിനകത്തോട്ട് നമുക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പിന് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ താഴെ കനൽ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നന്നായിട്ട് വീശിയൊക്കെ വിടുവാണെങ്കിൽ നല്ലോണം ചൂട് മുകളിലോട്ട് വരും. കത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നേ ഉള്ളൂ. ആ കനലിൽ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ ഗ്രില്ലൊക്കെ റെഡിയാക്കി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഈ പാനിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതുമല്ല നമുക്ക് ഒരുപാട് ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സമയമാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാനിലും കുറച്ച് ഗ്രില്ലിലും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാനിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടായ ശേഷം അതിനകത്തോട്ട് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, അതുപോലെ ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്, എങ്കിലേ അകമെല്ലാം വേകുള്ളൂ. ഒരുപാട് തീയിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷേ അകമൊട്ട് വേഗത്തുമില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ചെറിയ തീ, ഒരു മീഡിയം തീയിലിട്ടിട്ട് അടച്ച് വെച്ചതിന് ശേഷം വേവിക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വേകട്ടെ. അപ്പോൾ ദേ വെളിയിൽ നമ്മുടെ ഗ്രില്ലിലുള്ള ചിക്കൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു സൈഡ് ആയ ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു യഥാർത്ഥ ടേസ്റ്റൊക്കെ ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ബട്ടർ ഒഴിക്കാൻ മറക്കരുത്. ബട്ടർ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് മറിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മറിച്ച് വെക്കുന്ന സമയത്തൊക്കെ സൂക്ഷിക്കണം, കയ്യിലൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഡാർക്ക് കളറായിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ആ കമ്പിയുടെ ആ സൈഡിൽ ഉള്ളതൊക്കെയാണ്. അതെടുത്ത് കഴിയുമ്പം കറക്റ്റായിട്ട് വരും. അപ്പോൾ ആകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഇതേ അകത്തിരിക്കുന്ന നമ്മുടെ പാനിലിരിക്കുന്ന സംഭവം ഏകദേശമൊക്കെ ആയ പോലെയാണ്. അപ്പം കുറച്ചൊക്കെ ആകമൊക്കെ വെന്ത പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് ബട്ടറൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇടാം അല്ലേ. ഇത് കാണാൻ നല്ല സുന്ദരക്കുട്ടപ്പനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മറ്റേതാണ് ശകലം ഒന്ന് കരിഞ്ഞ പോലെ ഇരിക്കുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് അല്ലേ. മസാലയ്ക്കൊക്കെ നല്ല ആ അൽഫാമിൻ്റെ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആ അൽഫാമിൻ്റെ നല്ലൊരു മണമൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് മറിച്ച് വെക്കാം. നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രില്ല് എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാനിൽ ഉണ്ടായിരുന്നതും ഏകദേശം എല്ലാം റെഡിയായി. അപ്പോൾ ഇതും നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ചെയ്ത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. എല്ലായിടത്തും ഇങ്ങനെ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഗ്രില്ലിൻ്റെ ആ കമ്പിയുടെ ഇടയിൽ കൂടെ കാണുന്ന ആ ഒരു ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മയോണൈസ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയോണൈസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചാനലിൽ ഇട്ടിട്ടില്ല. ഒരു ദിവസം ഞാനിത് ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസ് എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മയോണൈസിലൊക്കെ ഇങ്ങനെ മുക്കി നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഒന്ന് കഴിച്ചു നോക്കാം. വാ, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരാളുടെ അടുത്ത് കൂടെ ചോദിക്കാം നമുക്ക്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. മസാലയൊക്കെ അടിപൊളിയായി. മസാലയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വായി നോക്കി കൊതി നോക്കി നിന്നോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു. ഞങ്ങളപ്പോൾ ഇതൊക്കെ കഴിച്ച് ഒന്ന് അറമതിക്കട്ടെ ടാറ്റാ.